ഹേറ്റേഴ്സ് ഈ ലോകത്തിൽ എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ ഹേറ്റേഴ്സിന് ഹൗ വിൽ യു ബിഹേവ്, അതിനൊരു ആൻസർ ബുദ്ധിസത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹേറ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവർ ഹേറ്റേഴ്സിനോട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. ഇഫ് യു സ്പീക്ക് നോ, ഇറ്റ് വിൽ ബി ഓൾവേസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല സൈലൻ്റ് ആവുക, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുക. കാരണം എന്ത് പറഞ്ഞാലും അത് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കാൻ വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെ എപ്പോഴും ഒറ്റപ്പെടുത്തുക, നമ്മളോട് ഇഷ്ടമില്ലാത്തവർ, അവരോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും? അതൊരു ചോദ്യമല്ലേ, നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യും? അതെ. അതിൽ ഈ സെൻ ബുദ്ധിസ്റ്റ് പറയുന്ന ഇതെന്താ വെച്ചാൽ ബ്ലസ് ദം എന്നാണ്. ബ്ലസ് ദം. ബട്ട് യു ബി എ വേ. ആ ഗ്രൂപ്പ് ഈസ് ദെയർ, ദറ്റ് ഹേറ്റേഴ്സ് ഗ്രൂപ്പ് ഈസ് ദെയർ, ഗ്യാദറിങ് ഈസ് ദെയർ. ഒരു കല്യാണ ഗ്യാദറിങ് ആണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഏതൊരു സമയത്ത് ആ ഹേറ്റേഴ്സ് ഗ്രൂപ്പ് ഈസ് ദെയർ. ഇഫ് യു ഗോ ആൻഡ് ടോക്ക് വിത്ത് ദം, അവരുടെ ഉള്ളിൽ നിങ്ങളെ ഇഷ്ടമല്ല. വാട്ട് യു ക്യാൻ ഡു? യു ക്യാൻ ബി എവേ, ബട്ട് ബ്ലസ് ദം, ലെറ്റ് ദം ബി ഹാപ്പി. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് യേശുദേവൻ പറഞ്ഞത് ഇതായിരിക്കാം. അല്ല, ഇത് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവരോട് ഹേറ്ററേഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഹേറ്ററേഡ് ഒരിക്കലും അതൊരു ഗുണമായിട്ട് വരില്ലല്ലോ. അവസാനം അത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ഏറ്റവും മോശമായ വികാരം ഹേറ്ററാണ്, ആങ്കറാണ്. ഈ ആങ്കർ, രണ്ട് ആങ്കർ, ഒരാൾ ആങ്കറിയാണ് നമ്മളോട്, നമ്മളും കൂടെ അതുകൂടെ ആവുകയാണെങ്കിൽ എന്താ സ്ഥിതി? അവിടെ ഒരിക്കലും ഒരു സുഖമില്ല. ആത്യന്തികമായിട്ട് രണ്ടുപേർക്കും സുഖമില്ല മനസ്സിന്.